നമസ്കാരം. വീണ്ടും നമ്മുടെ സർക്കാർ ജാഗ്രതയും മാസ്കുമൊക്കെ നിർബന്ധമാക്കി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും മുറ പോലെ വരുന്ന നിപ 2018 മുതൽ ഇത് 5ാം തവണയാണ് നിപ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. ഓരോ തവണയും പറയും ഇനി നിപയുണ്ടാകില്ല, അതിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ. ഇതിപ്പോൾ നിപ മാത്രമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. എന്തിനധികം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ള കോളറ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളെല്ലാം തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നിപ ബാധിച്ച് എല്ലാ വർഷവും ആരെങ്കിലും ഒരാൾ മരിക്കുന്നു. ഇത്തവണ ആ വിധി തട്ടിയെടുത്തിരിക്കുന്നത് ഒരു 14 വയസ്സുകാരനെയാണ്. മലപ്പുറം സ്വദേശിയായ 14 വയസ്സുകാരനെയാണ്. ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ദുഃഖം നികത്താനൊക്കെ ഈ സർക്കാരിന് കഴിയുമോ? ഓരോ തവണയും വന്നിട്ട് ഇങ്ങനെ ജാഗ്രത വേണം, മാസ്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രം നിപയെ നമുക്ക് അടിച്ചമർത്താൻ കഴിയുമോ? ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞു വവ്വാൽ തിന്നതൊന്നും ഭക്ഷിക്കരുതെന്ന്. തുടർന്ന് ഇങ്ങോട്ടേക്ക് ജനം ഒരു വസ്തുവും കഴിക്കാതെ ആയിപ്പോയ നാളുകളുണ്ട്. എത്രയേറെ പഴം പച്ചക്കറി വിൽപ്പനക്കാരുടെ ജീവിതമാർഗം തന്നെ ആ ഒറ്റ വാക്കിൽ ഇല്ലാതെയായിപ്പോയി. പക്ഷേ അപ്പോഴൊന്നും സർക്കാർ പഠിച്ചില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പുത്തരിയല്ല. സർക്കാർ എപ്പോൾ ഈ നിപ ഉണ്ടാകുന്നു എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നുവോ അത് സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മറ്റേതെങ്കിലും ഒരു തരം ആരോപണങ്ങൾ വരുമ്പോഴാണ്. സർക്കാർ വീണു പോകുമെന്ന ഘട്ടം എത്തുമ്പോഴൊക്കെ മുറയ്ക്ക് ഇതുപോലുള്ള ദുരന്തങ്ങൾ ജനങ്ങളെ തേടിയെത്തുന്നു. ജനങ്ങളെ തേടിയാണ് എത്തുന്നത്, മന്ത്രി പുങ്കവന്മാരെ തേടിയല്ല എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇത്തവണയും നിപ വന്നു. ആദ്യഘട്ടത്തിൽ പറഞ്ഞു അത് വവ്വാൽ ഭക്ഷിച്ച സാധനങ്ങൾ ബാക്കിയുള്ളവയൊക്കെയോ അല്ലെങ്കിൽ അവയിൽ നിന്ന് ലഭിക്കാവുന്ന എന്തെങ്കിലും ഒരു രീതിയിൽ അവരുടെ വിസർജ്യമൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് എന്നാണ് ഇതുവരെയും പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത്തവണ പറഞ്ഞിരിക്കുന്നത് അമ്പഴത്തിൽ നിന്നാണ് നിപ വൈറസ് ബാധിച്ചത് എന്നുള്ളതാണ്. ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് മലപ്പുറം കേന്ദ്രീകരിച്ച്, മറ്റു ജില്ലയിൽ ഒരു വട്ടമോ മറ്റോ കണ്ടു എന്ന് പറയപ്പെടുന്നുവെങ്കിലും മലപ്പുറം ജില്ലയിലാണ് ഇത് കൂടുതലായി കാണുന്നത്. അത് മാത്രമല്ല, മറ്റൊരു വ്യാധി കൂടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരം. അതും ഒരു ജീവൻ തട്ടിയെടുത്തു കഴിഞ്ഞു. കോളറ മൂലവും ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാം സാധാരണക്കാരൻ്റെ വിലപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് അതിൽ ഒന്നും ചെയ്യാനില്ല. സാധാരണഗതിയിൽ തന്നെ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. ചുറ്റും ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ വന്നുകൊണ്ട് ആരോഗ്യമന്ത്രി പറയുകയാണ് ഭയപ്പെടേണ്ടതൊന്നുമില്ല, മാനസിക സംഘർഷമുണ്ടെങ്കിൽ അതിനു വേണ്ടി വിളിക്കാൻ, സംസാരിക്കാൻ ഒരു നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കണം, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ആരോഗ്യ പ്രവർത്തകർ ഒന്നടങ്കം ഇറങ്ങിയിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇത് നിങ്ങൾ എത്ര തവണ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ മാനസിക സംഘർഷം കുറച്ചാൽ നിപ ഈ നാട്ടിൽ നിന്ന് മാറുമോ? മനസ്സിലാകാത്ത കാര്യമാണത്. നിങ്ങൾ എന്താണ് ഈ പൊതുജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ജയിപ്പിച്ചു വിട്ട് ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ് ജനങ്ങൾ. ആ ജനങ്ങളുടെ നെഞ്ചിലേക്ക് ആദി കൂട്ടുവാനല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുവാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനിടയിൽ 2 വൈറോളജി ലാബുകൾ, ഒന്ന് ആലപ്പുഴയിലേത്, രണ്ടാമത്തേത് തിരുവനന്തപുരം തോന്നയ്ക്കലിലേത്. തോന്നയ്ക്കലിലെ വൈറോളജി ലാബുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും വെച്ചടിച്ച വീമ്പുകൾ ചില്ലറയൊന്നുമല്ല. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഒരു വൈറസും വരില്ല എന്നൊക്കെയാണ് വെച്ചടിച്ചത്. എന്തിന്? വൈറസുകളുടെ ബഹളമാണിപ്പോൾ നമ്മുടെ നാട്ടിൽ. പുറത്തോട്ടിറങ്ങി തട്ടാനും മുട്ടാനും പാടില്ലാത്ത അവസ്ഥ, മനുഷ്യരെ കണ്ടാൽ ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ,
ഒന്ന് കൈ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. എവിടെ നിന്നാണ് വൈറസുകൾ പടർന്നു പിടിക്കുന്നതെന്ന് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. ആലപ്പുഴ ഭാഗത്തേക്ക് നോക്കേണ്ടത് പോലുമില്ല. അവിടെ പക്ഷിപ്പനി അരങ്ങ് തകർക്കുകയാണ്. ഒന്നിടവിട്ട് പക്ഷിപ്പനി വന്നുകൊണ്ടിരിക്കുന്നു. താറാവ് കോഴി കർഷകർ ഇതിനെ കൊണ്ട് പൊറുതിമുട്ടി. അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചില്ലറയല്ല. അവരുടെ ഉപജീവന മാർഗമാണ് അത്. ആ മാർഗമേ മുട്ടിപ്പോയ ഒരവസ്ഥ. ഏത് ഭാഗമാണ് നിങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഓരോ തവണയും നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് ജാഗ്രതയോടെ മാസ്ക് ഒക്കെ ധരിച്ച് മാത്രം നടന്നാൽ മതിയോ? ഇത്തരത്തിലുള്ള വൈറസുകളുടെ ഉറവിടം എവിടെ നിന്നാണ്? ഇതെങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഈ നാട്ടിൽ വരുന്നു, പടരുന്നു എന്നുള്ളതിനെ കണ്ടെത്തേണ്ടേ? ആ ഉറവിടം നമുക്ക് നശിപ്പിക്കണ്ടേ? ഓരോ തവണയും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങളുടെ വായിൽ നിന്ന് മറ്റൊരു കാര്യവും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുകയല്ലാതെ തൻ്റെ ഇടത്തോടുകൂടി ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ, ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് ഇതിന്റെ വ്യാപനം എന്നൊക്കെ ഒരു മന്ത്രി എന്നുള്ളത് മാറ്റിവെച്ചെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? എന്തെല്ലാം സോഴ്സ് നിങ്ങൾക്കുണ്ടാകും? ആ വഴിയെല്ലാം അന്വേഷണം നടത്താമല്ലോ. അതൊന്നും ചെയ്യാതെ നിങ്ങൾ വന്ന് സ്ഥിരം പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞാനിവിടെയുണ്ട്, ആരോഗ്യമന്ത്രി ഞാനാണ്, ഞാനിവിടെയുണ്ട് എന്ന് കരുതി പത്രസമ്മേളനം നടത്തി മാത്രം പോവുകയാണോ വേണ്ടത്? മറ്റൊരു ചികിത്സാ രീതികളെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുമില്ല. കോവിഡ് വന്നപ്പോൾ അടക്കം, ശരിയാണ്, ചിന്തിക്കേണ്ടത് തന്നെയാണ്, കോവിഡ് വന്നപ്പോൾ അടക്കം മറ്റു ഒരു ചികിത്സാ രീതിയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ല. പക്ഷേ ഹോമിയോപ്പതി അവർ സുപ്രീം കോടതി വരെ പോയി ജഡ്ജ്മെന്റ് വാങ്ങി അവരുടെ മരുന്നുകൾ, പ്രതിരോധത്തിനുള്ള മരുന്നുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കഴിച്ചത് വഴി മാത്രം കുറെ പേർ ജീവനോടെ ബാക്കിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടാലാണ് സർക്കാരിന് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഒരു ആസൂത്രണം ചെയ്ത് ഈ കാര്യങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കാത്തത്? നമുക്ക് ചുറ്റുമൊന്ന് നിങ്ങൾ കണ്ണോടിച്ചാൽ മനസ്സിലാകും, മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. ഇതെല്ലാം അഴുകി അളിഞ്ഞ് പല വഴി ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഉൾപ്പെടെ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊരു ശുദ്ധജല സ്രോതസ് എന്ന് പറയാനുള്ളത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ഈ മന്ത്രി പുങ്കവന്മാർക്ക് കഴിയുമോ? അതൊന്നുമില്ല. നിങ്ങൾ ഹൈ ക്ലാസ് രീതിയിലുള്ള എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി വരുന്ന വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് എപ്പോഴും ഹൈ ക്ലാസ് രീതിയിലുള്ള ജീവിതം ജീവിക്കാനൊന്നും സാധിക്കില്ല. എന്തിന്? അന്നന്നത്തെ അന്നം വാങ്ങാൻ ഇപ്പോൾ മുട്ടുകയാണ്. കാരണം വിലക്കയറ്റമാണ്. അവൻ എങ്ങനെയാണ് ഏറ്റവും ശുദ്ധമായ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ കഴിയുക? ആമിഴഞ്ചാൻ തോടിലുണ്ടായ ഒരു ദുരന്തം നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്തായിരുന്നു ആ തോട് മുഴുവൻ ഉണ്ടായത്? ഇപ്പോൾ ലോക പ്രശസ്തമായിരിക്കുകയാണ് ആമിഴഞ്ചാൻ തോട്. പക്ഷേ അത് കുപ്രസിദ്ധിയാണ് എന്നുള്ളത് മാത്രമാണ്. പ്രസിദ്ധമാണ്, പക്ഷെ അത് കുപ്രസിദ്ധിയാണ്. ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മാലിന്യ മലകളാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രഹ്മപുരം കുറെയൊക്കെ നിങ്ങൾ കത്തിച്ചു കളഞ്ഞു. അവിടെയും ഒരു ശാശ്വതമായ നടപടികളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തുന്നില്ല. അവിടെ പുതിയ പ്ലാന്റ് വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന ഈ മാലിന്യങ്ങൾ നീക്കാനും ഈ അഴുക്കുചാലുകൾ മാറ്റാനും അതിൽ നിന്നുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ തടയാനുമൊക്കെ ഒരു കരുതൽ വേണ്ടേ? കരുതലുണ്ട്, കരുതലായി പിണറായി സർക്കാരുണ്ട് എന്നൊക്കെ PR പരസ്യം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. കരുതലായി കൂടെ ഉണ്ടാകാൻ നട്ടെല്ലുള്ളവർ കൂടെ ഉണ്ടാകണം. സത്യത്തിൽ ഈ ഒരു കോവിഡ് വന്നതുകൊണ്ടാണ് രണ്ടാമത് തുടർഭരണം മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചത് എന്നത് നിങ്ങൾ മറന്നേ പോകരുത്. ആ സമയത്ത് കരുതലിന്റെ കാവലാൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. ജനങ്ങൾ വിശ്വസിച്ചു പോയി സത്യത്തിൽ കരുതലായതാണ് എന്നുള്ളത്. പക്ഷെ അതിന്റെ മറവിൽ നടത്തിയ കോടികളുടെ കുംഭകോണം അത് മറ്റൊരു കാര്യം. എങ്കിലും സർക്കാരെ, രണ്ടാമതും നിങ്ങളെ ഞങ്ങൾ ഭരണമേൽപ്പിച്ചതല്ലേ? ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ?
ജീവഭയം കൂടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലേ? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. തെറ്റുതിരുത്തുമെന്ന് പറയുന്നത് ജനങ്ങളെ രോഗങ്ങൾക്കും സാംക്രമിക രോഗങ്ങൾക്കെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അവനെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണോ? നിസ്സംശയം പറയാം, നിങ്ങൾ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യുന്നില്ല എന്നുള്ളത്. പരസ്പരം പോരടിക്കുകയാണ്. അഴിമതിയിൽ ആരാണ് മുമ്പിലുള്ളതെന്നത്. അഴിമതിയിൽ മുമ്പിൽ നിങ്ങൾ തന്നെയാകും. അഴിമതിക്ക് മുമ്പിൽ നിങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിലൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്തോ വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഞങ്ങളെ ഇങ്ങനെ സാംക്രമിക രോഗങ്ങളിലേക്ക് പിടിച്ച് വലിച്ച് ഇട്ടുകൊടുത്തുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ട് അതിന് മുകളിൽ കയറി നിന്ന് നിങ്ങൾ ഭരണം നടത്താമെന്ന് മാത്രം ചിന്തിക്കരുത്. ഞങ്ങളും കുടുംബവും മറ്റുമൊക്കെ ജീവിക്കുന്നവരാണ്. ഞങ്ങളിൽ ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അത്രയേറെ വേദന ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കാരണം പണത്തിന്റെ മേൽ കിടന്നുറങ്ങുന്നവർക്ക് അത്തരം സെന്റിമെന്റ്സുകളൊന്നും ഉണ്ടാകുമെന്ന് കരുതുന്നതുമില്ല. പക്ഷെ ഒരു സർക്കാർ എന്ന രീതിയിൽ ഇത്രയും വലിയൊരു കെടുകാര്യസ്ഥത ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ എണ്ണി നോക്കുക. നിപ, പക്ഷിപ്പനി, ഡെങ്കിപ്പനി മൂലമുള്ള മരണത്തിന്റെ കണക്ക് പോലും ഇപ്പോൾ പുറത്തു വരുന്നില്ല. അത് സർവ്വവ്യാപകമായി മാറിയിരിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം, ഇങ്ങനെയുള്ള എത്രയെത്ര സാംക്രമിക രോഗങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണ്ടേ? അത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെച്ചു കൊടുക്കണോ? സംസ്ഥാനം ചെയ്യേണ്ട കൃത്യമായ രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ഇച്ഛാശക്തി വേണ്ടേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്താണ് ചുമതല? അവർക്ക് അവിടെ എന്താണ് പണി? ഇത്തരം കാര്യങ്ങൾ കൂടി അവർ നടപ്പാക്കേണ്ടതല്ലേ? അവരെ കൊണ്ട് അത് നടത്തിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരുമല്ലേ? പക്ഷെ നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കൊടിവെച്ച കയറിൽ നടക്കുകയാണ്, ജനത്തിന്റെ ജീവന് യാതൊരു വിലയും തരാതെ. ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഇനിയൊരു തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. എത്രയേറെ പെൻഷൻ തന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് തോന്നുന്നതുമില്ല. കാരണം ജനത്തിന്റെ മനസ്സിൽ നിങ്ങളിപ്പോൾ ആദ്യം കോരിയിട്ട് കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവനെ യാതൊരു വിലയുമില്ലാതെയാക്കിയിരിക്കുന്നു. തോന്നിക്കൽ വൈറോളജി ലാബ് ഉണ്ടായതോടുകൂടി നിങ്ങൾ പറഞ്ഞത് ഇനിയൊരു പരിശോധനയ്ക്ക് പുറത്തേക്ക് അയക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. മാത്രമല്ല തള്ളി മറിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി ഒരു വൈറസും കേരളത്തിലേക്ക് വരില്ലെന്ന്. പക്ഷെ വൈറസുകളുടെ പെരുമഴ ഇപ്പോഴും കൂടി നിങ്ങൾ ചെയ്തത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇതിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ അയച്ചത് എന്നുള്ളതാണ്. 5 വർഷമായി സ്ഥിരമായി വരുന്ന കൃത്യമായ ഇടവേളകളിൽ വരുന്ന നിപ, ഈ നിപയ്ക്ക് വേണ്ട ആന്റിബോഡി ഇവിടെ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം പോലുമില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംവിധാനം ഇല്ലാതെ പോയത്? ഈ ആന്റിബോഡി പൂനെയിൽ നിന്ന് എത്തിക്കാൻ മണിക്കൂറുകൾ മാത്രം നിൽക്കെയാണ് ആ 14കാരൻ ലോകത്തോട് വിട പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെങ്കിലും ഈ ആന്റിബോഡി സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ നിങ്ങൾ എടുക്കേണ്ടതായിരുന്നില്ലേ? എത്രയോ നാൾക്ക് മുന്നേ നിങ്ങൾ അത് എടുക്കേണ്ടതായിരുന്നു. അതുപോലും ചെയ്തില്ല. അതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ നടപ്പിലാക്കി എന്നാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ നിങ്ങൾ വെറും വാക്ക് പറഞ്ഞ ജനങ്ങളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനിയും സഹിച്ചു നിൽക്കാൻ ജനങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല.